നമസ്കാരം. ഡോക്ടർ ഹേ പരിപാടിയിലേക്ക് സ്വാഗതം. കളിക്കുന്നതിനിടയിൽ പേശികൾക്കോ അസ്ഥികൾക്കോ ഏൽക്കുന്ന പരിക്കുകളെയാണ് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഞ്ചേരി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രദീപ് നായരാണ് നമ്മുടെ അതിഥിയായി എത്തുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കാണുന്ന സാധാരണമായൊരു സ്പോർട്സ് പരിക്കുകൾ അത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ നാട്ടില് ഇപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള കളി എന്ന് വെച്ചാൽ ഫുട്ബോളാണ്. അപ്പം മാത്രമല്ല നമുക്കറിയാം, ഇവിടെ എല്ലായിടത്തും ടർഫുണ്ട്, ഗ്രൗണ്ട്, ചെറിയ ചെറിയ ടർഫ്, വലിയ ടർഫ്, പിന്നെ കുറെ സ്പോർട്സ് കോംപ്ലക്സസ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന സ്പോർട്സ് ഇഞ്ചറീസ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് കൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ ഫുട്ബോൾ ഫീൽഡിൽ ഉണ്ടാകുന്നതാണ്. അത് മുട്ടിന്റെ ലിഗമെന്റ്, മുട്ടിന്റെ വാഷർ, മെനിസ്കസ് എന്ന വാഷർ, പിന്നെ ആങ്കിൾ ജോയിന്റിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി, നിര്യാണിക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ, പിന്നെ വേറെ കളികൾ ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നവർക്ക്, ബൗളർമാർക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബാഡ്മിന്റൺ പ്ലേയേഴ്സിന് ഉണ്ടാകുന്ന ഷോൾഡറിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചുറീസ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ തന്നെ ഈ ഫുട്ബോൾ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്പോർട്സ് ഇനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് സ്പോർട്സ് പരിക്കുകൾ വർദ്ധിക്കുന്നുണ്ടോ? അതിനുള്ളൊരു കാരണം എന്താണ്? സ്പോർട്സ് ഇഞ്ചുറീസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതിന് കുറെ കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ സ്പോർട്സിൽ ഇറങ്ങുന്നത് കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ കാണുമായിരുന്നു ആൾക്കാർ, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതൽ സ്പോർട്സിൽ ഇറങ്ങുന്നത്. ഇപ്പം നമ്മുടെ OP-യിൽ 50-55 വയസ്സുള്ള ആൾക്കാർ വരെ കളിച്ചിട്ട് പരിക്കുകളായിട്ട് വരുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർ മാത്രമല്ല, ഇപ്പൊ സ്പോർട്സ് ആണ് ശരിക്കും നമുക്കൊരു എന്റർടൈൻമെന്റും ഹെൽത്തും എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സ്പോർട്സ്. അതുകൊണ്ട് ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ കുറെ ടർഫ്, എത്ര ടർഫുണ്ട് ഇവിടെ. ഈ ടർഫുകള് ചിലണം ഇങ്ങനെ തുടക്കത്തിലൊക്കെ നല്ല കുഷനിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഓവർ ടൈം കുറച്ച് റൺ ഡൗൺ ആവും. അപ്പൊ അതിനൊരു എഫക്ട് കുറച്ച് കുറയും, നമ്മുടെ കുഷനിങ് എഫക്റ്റ് കുറയും. പിന്നെ കുറെ സ്പോർട്സ് കോംപ്ലക്സുകൾ. അപ്പൊ ഇതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. പിന്നെ പ്രധാനമായിട്ട് ഒരു പ്രശ്നം, നമുക്ക് ഈ സ്പോർട്സ് ഇഞ്ചറീസ് കൂടാനായിട്ട് നമ്മൾ ആരും റെഗുലർ ആയിട്ട് കുറെ ആൾക്കാർ റെഗുലർ ആയിട്ട് സ്പോർട്സിൽ ഇൻവോൾവ് ആവാറില്ല. നമ്മളൊക്കെ ബിസി ആൾക്കാരാണ്. നമ്മൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ പണിയെടുക്കും. എന്നിട്ട് ശനി ഞായർ നമ്മൾ ഫ്രണ്ട്സിനോടെ പോയി കളിക്കും. നമ്മളിതിനെ വീക്കെൻഡ് വാറിയേഴ്സ് എന്ന് പറയാം. വീക്കെൻഡ് വാറിയേഴ്സ്, അതായത് വീക്കെൻഡിൽ നമ്മൾ പോയി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കളിക്കും. അപ്പൊ അങ്ങനെ ഒരു അത്ലറ്റിക് അല്ലാത്ത ബോഡി, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ബോഡി, അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ പ്രോപ്പർ ടെക്നിക്കോടെ അല്ല കളിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇതൊക്കെ ഒരുപക്ഷെ ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാൻ പറ്റുന്ന സ്പോർട്സ് പരിക്കുകളുമായിരിക്കും അല്ലേ? 100%. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഇതില് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ സ്പോർട്സ് ഇഞ്ചുറീസ് നമുക്കൊരു ചെറിയ സ്പോർട്സ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പം ആ കളിയെ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ശ്രദ്ധ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്. അതില് ഞാനിപ്പോ എപ്പോഴും എന്റെ പ്ലേയേഴ്സിനോട്, എന്റെ OP-യിൽ വരുന്ന പ്ലേയേഴ്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് കളിക്ക് ഇറങ്ങുവാണെങ്കിലും ബേസിക് ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. നമ്മൾ കളി തുടങ്ങുന്നതിന് മുന്നേ പ്രോപ്പർ വാമപ്പ് ആൻഡ് പ്രോപ്പർ സ്ട്രെച്ചിങ്. നമ്മൾ വാമപ്പും സ്ട്രെച്ചിങ്ങും ഇല്ലാണ്ട് നമ്മൾ നേരെ കളിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ ഓടും, അപ്പോഴത്തേക്ക് കാല് കയ്യോ തിരിഞ്ഞു. പിന്നെ അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ബോഡി എപ്പോഴും സ്റ്റിഫാണ്, ഇഞ്ചുറി വന്നു, നമ്മൾ ഔട്ടായി. ഇതാണ് സാധാരണ കാണുന്ന ഒരു പ്രോബ്ലം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത്ലറ്റിക് അല്ലായിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും ആണ് കളിക്കാൻ പോവുക. അപ്പൊ നമ്മുടെ ബേസിക് ലെവൽ ഓഫ് അത്ലറ്റിക്സ് നമ്മുടെ ബോഡിയിൽ വെക്കണം. ബേസിക് ലെവൽ ഓഫ് എക്സസൈസ്, ചെറിയ രീതിയിൽ എന്തെങ്കിലും എക്സസൈസ് നമ്മൾ ഡെയിലി, സമയമില്ലെങ്കിൽ കളിക്കാനൊന്നും പോകണ്ട, പക്ഷെ ഡെയിലി എക്സസൈസ്. പിന്നെ സമയം കിട്ടുമ്പോൾ കളിക്കാൻ പോവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു ഇഞ്ചുറി പറ്റുവാണെങ്കിലും കൂടെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബോഡി വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പം ആ ഇഞ്ചുറിയുടെ ആ പരിക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ആ പരിക്ക് കൂടാതിരിക്കാൻ നമുക്ക് അതിന് സഹായം വരും. അതാണ് അതിനൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ ഉപയോഗിക്കുന്ന ഐറ്റംസ്, ഈ പാദരക്ഷകളായാലും ഉപകരണങ്ങൾ, അതൊക്കെ കൂടി ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നില്ലേ? ഇങ്ങനത്തെ സ്പോർട്സ് ആയിട്ടുള്ള അതിൻ്റെ ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ ഒരു രക്ഷ കൂടി കൂടുതലല്ലേ?
ഇത് നിങ്ങൾ പറഞ്ഞ വളരെ ഒരു എന്താ പറയാ ഒരു വളരെ സിഗ്നിഫിക്കന്റ് ഉള്ള സാധനമാണ്. ഇത് കുറെ ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യമാണ്. ഭയങ്കര സിഗ്നിഫിക്കന്റ്. അതായത് നമ്മള് നമ്മുടെ ഷൂസ്, ഫുട്വെയർ, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ്, ഫുട്വെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മള് വെറുതെ ഒരു സൈസ്, ഇപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു സൈസ് ബൂട്ട് മേടിച്ചിട്ട് കളിക്കാൻ പോവാം. ആ ബൂട്ട് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണോ ഇല്ലെന്ന് എപ്പോഴും നമ്മൾ നോക്കിയിട്ട് ഉപയോഗിക്കാവും. കാരണം ആ ബൂട്ടിനകത്താണ് ഏറ്റവും കോമൺ ആയിട്ട് കാല് തിരിഞ്ഞിട്ട് ആ തിരിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മുട്ടിന് ഇഞ്ചുറി പറ്റുക, ആങ്കിളിന് ഇഞ്ചുറി പറ്റുക. ഇതൊക്കെ ആ ഒരു ഫുട്വെയറിന്റെ ഇഷ്യൂ കാരണമാണ്. എത്രയോ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് കളിക്കുമ്പം അവര് ഷൂ കറക്റ്റ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് ഓവർ ഗ്രിപ്പ് ആവുക. ഈ നോൺ മാർക്കിംഗ് ഷൂസ് ആണ് മിക്കതും ഇൻഡോർ കോർട്ടിൽ അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിൽ ഗ്രിപ്പ് കറക്റ്റ് ആവാതെ പോവുക, അപ്പോൾ ഉടനെ തന്നെ അവർക്ക് ഇഞ്ചുറി പറ്റുക. പിന്നെ അതേപോലെ ഫുട്ബോൾ ഇപ്പൊ നമ്മളൊരു ഗോളിയാന്നിരിക്കട്ടെ, നമ്മൾ കീപ്പേഴ്സ് ഗോൾ കീപ്പർ ഗ്ലവ് ഇല്ലാണ്ട് കീപ്പിംഗ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റിസ്റ്റില് ബോണില് ചിലപ്പോൾ നല്ല അടിയൊക്കെ വരുമ്പം റിസ്റ്റ് ബോൺ ഫ്രാക്ചർ വരും. ഇതിന്റെ പ്രോബ്ലം എന്താ, ഈ കളിക്കുന്ന ഏരിയ ഒക്കെ ഭയങ്കര ഇപ്പൊ ചെറുതാണ്, ടഫ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ഈ വലിയ വലിയ അടികൾ വരും. പിന്നെ അതേപോലെ അടികൾ വരുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി പെട്ടെന്ന് വരാം. ഷിൻ ഗാർഡ്, ഒരു ബോൾ കിക്ക് ചെയ്ത് മിസ് ചെയ്ത് മറ്റേ തട്ടി ഷിൻ ഗാർഡ് ഇല്ലാതെ കളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിന് എല്ലിന് ക്രാക്ക് വരാം. ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഇഞ്ചുറി ആയിട്ട് വരാറുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന റാക്കറ്റോ ആ റാക്കറ്റ് ഓവർ വെയിറ്റ് വരികയാണെങ്കിൽ, ക്രിക്കറ്റ് ബാറ്റിന് വെയിറ്റ് വരും. നമ്മൾ അറിയാം, ക്രിക്കറ്റ് സ്റ്റിച്ച് ബോളിൽ കളിക്കുന്ന എല്ലാവരും പ്രോപ്പർ കിറ്റിട്ടാണ് കളിക്കുക. അപ്പൊ നമ്മൾ കളിക്കുന്ന സ്പോർട്സിന്റെ ഒരു മിനിമം നല്ല എക്വിപ്മെന്റ് നമുക്ക് വേണം. ഒരു നല്ല സ്പോർട്ടിങ് കിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. എന്നാലേ നമുക്ക് പരിക്കുകൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ. പരിക്ക് ഒരുക്കി വന്നാൽ ചിലപ്പോൾ ആ സ്പോർട്ടും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ വീണ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് തന്നെ സ്പോർട്സിൻ്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, വീണ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അത് വീർത്ത് വരാതിരിക്കാനോ അല്ലെങ്കിൽ നീര് വരാതിരിക്കാനോ ഐസ് വെക്കുന്നൊക്കെ ഒരു പ്രവണതയുണ്ട്. അതൊക്കെ ഈ കാര്യത്തിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്? അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഴ്ചയിലൊക്കെ പരിക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ ഐസ് വെക്കുന്നതൊക്കെ അതിൽ എത്രത്തോളം ഗുണകരമാണ്? നമുക്ക് ഈ ഇഞ്ചുറി എവിടെ പറ്റും? ഈ ഇഞ്ചുറി സാധാരണ ഇഞ്ചുറീസ് സംഭവിക്കുന്നത് ഒരു ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സിലാണ്. ഈ സ്ഥലങ്ങളിൽ നമുക്കൊരു ഡോക്ടറിന് അടുത്ത് എത്താൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് എയ്ഡ് ആണ്. ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ബേസിക് സാധനമാണ് റൈസ് എന്ന് പറയും. RICE, റൈസ്. റൈസ് എന്ന് പറഞ്ഞാൽ R ഇസ് ഫോർ റെസ്റ്റ്. R എന്ന് വെച്ചാൽ റെസ്റ്റ്. I എന്ന് വെച്ചാൽ ഐസ് വെച്ച് കൊടുക്കുക, C എന്ന് വെച്ചാൽ കംപ്രഷൻ, അതായത് എന്തെങ്കിലും ബാൻഡേജ് വെച്ച് കെട്ടിക്കൊടുക്കുക. E എന്ന് വെച്ചാൽ എലിവേഷൻ, ആ ഭാഗം പൊക്കി വെക്കുക. അതായത് നമുക്കൊരു പരിക്ക് പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ആ പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ജോയിന്റ് നമ്മൾ എന്തെങ്കിലും ഒരു ബെൽറ്റ് വെച്ചിട്ട് എന്തെങ്കിലും സാധനം വെച്ചാൽ അതിനെ റെസ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഭാഗത്ത് നീരുള്ള ഭാഗത്ത് ഐസ് വെച്ച് കൊടുക്കുക. എന്തിനാ ഐസ് വെക്കുന്നതെന്ന് വെച്ചാൽ നീര് ഓവറായിട്ട് വരാതിരിക്കാനും, പിന്നെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആവാനും. പിന്നെ അടുത്തതാണ് നമ്മൾ എന്തെങ്കിലും ബാൻഡേജ് ചുറ്റി കൊടുക്കുക. ബാൻഡേജ് ചുറ്റുമ്പം ആ ഒരു ചെറിയൊരു പ്രഷർ എഫക്റ്റ് അവിടെ വരും, നീര് കൂടാതിരിക്കാൻ. പിന്നെ ആ ഭാഗം പൊക്കി വെക്കുക. ഹാർട്ടിന്ന് കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ആ നീരെല്ലാം കൂടെ ഹാർട്ടിലേക്ക് ഇറങ്ങിപ്പോകും. ഇതാണ് 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് എയ്ഡ് മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഒരു സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ, സ്പോർട്സ് ഇഞ്ചുറി ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അവര് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് ഇനി കൂടുതലായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യേണ്ടിയുണ്ടോ, അത് എക്സ്റേ, സ്കാനിങ് എന്തെങ്കിലും ചെയ്യേണ്ടിയുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കി തീരുമാനിക്കണം. അപ്പം ഫസ്റ്റ് എയ്ഡ് ആണ് ഈ റൈസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഉടനെ തന്നെ ഒരു സ്പോർട്സ് മെഡിസിൻ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അതുപോലെ തന്നെ ACL പരിക്ക്, അതിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് അത് ശരിക്കും? അത് സാധാരണയായിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണോ? ACL എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിനകത്തുള്ള ഒരു ലിഗമെന്റ് ആണ്. നമ്മുടെ മുട്ടിനകത്ത് നമ്മുടെ തൊടയുടെ എല്ലും കാലിന്റെ എല്ലും തമ്മിൽ തിരിയാതിരിക്കാനായിട്ടുള്ള 2 ലിഗമെന്റ് ഉണ്ട്. ACL, PCL, ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, പോസ്റ്റീരിയർ. പിന്നെ 2 സൈഡും 2 വാഷർ ഉണ്ട്, മെനിസ്കസ് എന്ന് പറയും. ഇത് നമ്മുടെ മുട്ടിനകത്തെ ബേസിക് പ്രൊട്ടക്ഷൻ സാധനങ്ങളാണ്. ഇതാണ് ACL ഇഞ്ചുറി ഇപ്പം വളരെ കോമൺ ആണ്. ഞാൻ പറഞ്ഞ ഇഞ്ചുറി എല്ലാം, സ്പോർട്സ് പരിക്കുകളെല്ലാം കോമൺ ആണ്. ACL സാധാരണ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരു ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാണെങ്കിൽ പെട്ടെന്ന് ഓടുന്ന ഇടയ്ക്ക് അയാൾ നല്ല സ്പീഡിൽ ഓടുക, എന്നിട്ട് അതിന് പെട്ടെന്ന് ഡയറക്ഷൻ മാറാം, ബോളിലോട്ട് ഡയറക്ഷൻ മാറുമ്പം നമ്മുടെ തൊടയുടെ എല്ലും കാലിന്റെ എല്ലും തമ്മിൽ
ഒരു ബ്രേക്കും വന്നിട്ട് തിരിയും, തമ്മിൽ നിന്ന് തിരിയും. ആ തിരിയുന്നതിന്റെ എഫക്റ്റിലാണ് ആ ACL പരിക്ക് പറ്റുമോ അല്ലെങ്കിൽ ACL പൊട്ടുമോ. ആ ഞാൻ മുന്നേ നിങ്ങൾ പറഞ്ഞ അത് നമ്മളിപ്പോ നല്ല ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഉടനെ നമ്മൾ ആ വെയിറ്റ് നമ്മുടെ കാലിൽ നിന്ന് എടുക്കുമ്പം ആ ഇഞ്ചറി നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും ആക്റ്റീവ് അല്ല, അത്രയും അത്ലറ്റിക് അല്ല, നമ്മുടെ ഇഞ്ചറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി ആ ACL മാറി അടുത്ത PCL വരും, മെനിസ്കസ്, എല്ലാ രീതിയിലുള്ള പരിക്കുകൾ വരാം. അതാണ് ഈ ACL ഇഞ്ചുറിയുടെ ഒരു ഇത്. പിന്നെ അതേപോലെ നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ വോളിബോൾ കളിക്കുമ്പം നമ്മൾ ചാടി സ്മാഷ് ചെയ്ത് താഴെ ലാൻഡ് ചെയ്യുക, ആ ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡിങ് ശരിയാവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ സ്മാഷ് അടിച്ചിട്ട് താഴെ ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡിങ് ശരിയാവാതിരിക്കുക. അതിലൊക്കെയാണ് കോമൺലി ഈ മുട്ടില് ACL ഇഞ്ചുറി പറ്റുക. അപ്പോൾ ഈ ഇഞ്ചുറിക്ക് ശരിക്കും ഒരു ശസ്ത്രക്രിയ നടത്തുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ കായിക വിനോദത്തിലേക്കൊക്കെ മടങ്ങാൻ പറ്റുമോ ആൾക്ക്? ഈ ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ സ്പോർട്സ് ഇഞ്ചുറീസ് ഒരു പ്രത്യേകത എന്താന്ന് നമ്മൾ എപ്പോഴും പറയണം. സാധാരണ എന്താണ് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇത്രയും സംഭവമായിട്ട് പറയുന്നത്? സ്പോർട്സ് ഇഞ്ചുറീസ് നടക്കുന്ന ഒരു 70% ആൾക്കാർ ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും, നല്ല ആക്ടിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ ആഗ്രഹം, അവർ ഒരു OP വന്ന് പരിക്ക് കാണിക്കാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്ന് എനിക്ക് ഫീൽഡിലേക്ക് തിരിച്ചിറങ്ങാൻ പറ്റും, എന്ന് തിരിച്ച് ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ള ചോദ്യം. അപ്പൊ എന്റെ ഉത്തരം 100% നമുക്ക് തിരിച്ച് സ്പോർട്സിലേക്ക് ഇറങ്ങാൻ പറ്റും, 100% നമ്മുടെ ആക്ടിവിറ്റി എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് സർജറി ഒരു ഭാഗമാണ്, അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ ഇതൊക്കെ ചെയ്യണം. കാരണം നമുക്ക് ഒരേ സമയത്ത് നമ്മുടെ ലിഗമെന്റിന് ബലം തിരിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ലിഗമെന്റ് തിരിച്ച് ബലം വെക്കണം. ആ സമയത്ത് അതേ സമയം നമ്മുടെ മസിൽസ് റെഡി ആവണം, മുട്ടിന്റെ മസിൽ, തൊടയുടെ മസിൽ, ഇതെല്ലാം റെഡി ആയി വരണം. ആ ലിഗമെന്റിനും ബലം വേണം. ഈ ലിഗമെന്റ് ഏകദേശം നമുക്ക് ഒരു 9 തൊട്ട് 12 മാസം വരെ എടുക്കും ഈ ലിഗമെന്റിന് മെച്യൂരിറ്റി ആവാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ കളിക്കാരോടൊക്കെ എപ്പോഴും പറയുന്നത്, കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 തൊട്ട് 12 മാസം. ബാക്കി നമ്മുടെ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് കുറെ മുന്നേ തുടങ്ങാം, പക്ഷെ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 തൊട്ട് 12 മാസം. അപ്പൊ എന്റെ ഉത്തരം 100% നമുക്ക് കളിക്കാൻ പറ്റും, പഴയ പോലെ തന്നെ കളിക്കാൻ പറ്റും. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഈ കാലിന്റെ പരിക്കുകളെ കുറിച്ചൊക്കെയാണ്, കാൽമുട്ട് അതുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ വളരെ കോമൺ അല്ലേ ഈ തോളിൽ വരുന്ന പരിക്കുകൾ, അതിങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നതിനുള്ളൊരു കാരണം എന്താണ്? തോളിന്റെ പരിക്കുകൾ ശരിക്കും പറഞ്ഞാൽ 2-3 ടൈപ്പാണ് വരിക. അതായത് നമ്മളിപ്പം ഈ മിഡിൽ ഏജ്ഡ് ആൾക്കാർക്ക്, സാധാരണ ഒരു ഞാൻ പറയുന്നത് 40-50 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഓവർ ഹെഡ് കളി, അതായത് നമ്മൾ ബാഡ്മിന്റൺ ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ബാഡ്മിന്റൺ കളിക്കുന്നത് നമ്മൾ കണ്ടുള്ളൂ, കുറെ ക്ലബുകൾ പോലെ 60-65 വയസ്സുള്ള ആൾക്കാർ വരെ ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. അപ്പൊ ഈ കൈ പൊക്കി അടിക്കുന്ന ഇതിലാണ് നമ്മുടെ ഷോൾഡറിൽ കുറെ മസിൽസ് ഉണ്ട്. ഈ മസിൽസിൽ ഇഞ്ചുറി പറ്റും. റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയുന്നത്, റൊട്ടേറ്റർ കഫ്. ഇതില് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രി മൂവ്മെന്റ് ഉള്ള ഒരു ജോയിന്റ് ആണ്, 360 ഡിഗ്രി മൂവ്മെന്റ് ഉള്ള ജോയിന്റ് ആണ്. ഈ ഷോൾഡർ അത്രയും മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് അതിനൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അത് ബേസിക്കലി ഒരു സ്റ്റേബിൾ ജോയിന്റ് അല്ല. അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത് അതിന്റെ ചുറ്റും ഒരു പാടയുണ്ട്. ഈ പാട വെച്ചിട്ടാണ് അതിന് ഒരു ലേബ്രം എന്ന് പറയും. ഈ ലേബ്രം വെച്ചിട്ടാണ് അതിന് ഒരു സ്റ്റെബിലിറ്റി വരിക. നമ്മൾ ഈ ബൗളർമാർ അല്ലെങ്കിൽ കൈ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എറിഞ്ഞ് കളിക്കുന്ന ആൾക്കാർ, ജാവലിൻ ത്രോവർ ബൗളർമാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആ ഒരു ഫോഴ്സിൽ ഈ ബോൾ വന്നിട്ട് ആ കപ്പിൽ ഇങ്ങനെ നമ്മുടെ ജോയിന്റ് ഫ്രണ്ടിലേക്ക് വന്ന് തള്ളും. അപ്പൊ ഈ ഫ്രണ്ടിലത്തെ പാട ചെറുതായിട്ട് ഇളകിയിട്ട് അത് അതേ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഒരു 2-3 ആഴ്ച റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ബോണായിട്ട് സെറ്റ് ആവും. പക്ഷെ അത് ഇളകി താഴോട്ട് പോവുകയാണെങ്കിൽ, കുറച്ച് താഴോട്ടൊക്കെ ഇളകി മാറി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ലെവലിൽ സെറ്റ് ആവില്ല. ആ ഒരു അതായത് ആ പൊസിഷൻ മാറി കിടക്കുമോ, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ഫസ്റ്റ് ഇഞ്ചറിയിൽ നമ്മൾ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാതിരിക്കുകയോ, ഈ 2 കാരണങ്ങളാണ് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, ആ ഷോൾഡർ ചാടില് വീണ്ടും 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 സംഭവിക്കുന്നത്. അതാണ് എൻ്റെ ഒരു മെയിൻ കോസ്. പിന്നെ മറ്റേത് ഞാൻ പറഞ്ഞ ഈ മേളിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ എറിയുമ്പം നമ്മുടെ ഇവിടുത്തെ മേളിലത്തെ മസിൽസ് ചെറുതായിട്ട് കീറും. അതുകൊണ്ടാണ് അത് ഇഞ്ചുറി പറ്റി വരുന്നത്. ഇതിനൊക്കെ നമുക്ക് സർജറി ഉണ്ട്, ഫിസിയോതെറാപ്പി, സർജറി, ഇങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്.
പലപ്പോഴും ഈ സ്പോർട്സിനിടയിൽ ഉണ്ടാകുന്ന പരിക്കുകളൊക്കെ അതൊരു നിസ്സാരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. കാരണം ഇതിപ്പം ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിൽ അത് ഫുട്ബോൾ കളിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ വീട്ടിലെ പൊടിക്കൈകൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ ചൂട് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകാറുള്ള ആണ് മിക്ക ആളുകളും ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് എന്തൊരു ഒരു പരിക്ക്, ചെറിയ പരിക്കെന്ന് അവർ കരുതുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവർ പെട്ടെന്ന് ഡോക്ടറിനെ സമീപിക്കണം എന്നില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ ഏതൊക്കെ മുന്നറിയിപ്പുകളെയാണ് അവഗണിക്കാൻ പാടില്ലാത്തത്? അല്ല, ഞാൻ പറഞ്ഞ എന്ത് സ്പോർട്സ് ഇഞ്ചുറി ആണെങ്കിലും ആദ്യം ചൂടല്ല കേട്ടോ, ഐസാണ് വെക്കേണ്ടത്. തുടക്കത്തിൽ ഒരിക്കലും ചൂട് വെക്കരുത്, എപ്പോഴും ഐസാണ് വെക്കേണ്ടത്. പിന്നെ എന്ത് സ്പോർട്സ് ഇഞ്ചുറി ആണെങ്കിലും സ്പോർട്സ് പരിക്കാണെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് എയ്ഡ്. ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടും നമ്മുടെ വേദന കുറഞ്ഞിട്ടില്ല, നമ്മുടെ നീര് മാറിയിട്ടില്ല എങ്കിൽ നമ്മൾ 100% നമ്മൾ സ്പോർട്സ് മെഡിസിൻ ഡോക്ടർ, ഒരു സ്പോർട്സ് ഇഞ്ചുറി സർജനെ കാണിക്കണം. കാരണം അവർ നോക്കിയിട്ട് ക്ലിനിക്കലി ആദ്യം നോക്കണം എന്തൊക്കെയാണ് ചില പരിക്കൾ. ഇപ്പം ഉദാഹരണം പറഞ്ഞ ഇപ്പം നമ്മൾ പിള്ളേരെ കുറെ കളിക്കാൻ എൻകറേജ് ചെയ്യാറുണ്ട്. ഈ പിള്ളേരെ കളിക്കുമ്പം അവർക്കുണ്ടാകുന്ന പരിക്കുകൾ എന്ന് വെച്ചാൽ ലിഗമെന്റ് എന്നല്ല, ലിഗമെന്റ് അറ്റാച്ച് ചെയ്യുന്ന ബോണിലാണ് പരിക്കുകൾ ഉണ്ടാവുക. ആ ബോൺ തന്നെ ചിലപ്പോൾ ഇളകി വരും, കാരണം പിള്ളേരെ ബോൺ കുറച്ചും കൂടെ വീക്കായിരിക്കും, ആ ബോൺ ഇളകി വരും. അപ്പൊ നമുക്കത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത ബോൺ തിരിച്ചു പിടിപ്പിച്ചാൽ അത് നോർമൽ മുട്ട് പോലെയാവും, നോർമൽ ഏരിയ പോലെയാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ഇഞ്ചുറി വന്നാലും നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേദന കുറഞ്ഞിട്ടില്ല, നമുക്ക് നീര് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് കുറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പോർട്സ് ഇഞ്ചുറി ഡോക്ടറെ കാണിച്ചിരിക്കണം. അവര് നോക്കിയിട്ട് ക്ലിനിക്കലി നോക്കി പരിശോധിച്ചിട്ട് ഒരു എക്സ്റേ, MRI ഒക്കെ എടുത്ത് നോക്കിയിട്ട് വേണം അങ്ങോട്ടുള്ള ചികിത്സ. ഒരു സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഡോക്ടറിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് ആളുകളോട്? ഞാൻ കുറെ വർഷങ്ങളായിട്ട് സ്പോർട്സ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പം ഞാനെപ്പോഴും എൻ്റെ OP, എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന സ്പോർട്സിന്റെ പോസിറ്റീവ് എഫക്ട്സ് ആണ് എപ്പോഴും പറയുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ പിള്ളേരുടെ ഇടയ്ക്ക് കുറെ ദുശീലങ്ങളുണ്ട്. മൊബൈല്, പിന്നെ ഇപ്പം കുറെ നമ്മളിന്ന് കേൾക്കുന്നുണ്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഇതില് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പൊ ഈ കുറെ മൊബൈല്, ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ദുശീലങ്ങളൊക്കെ മാറ്റാൻ ഒരു വളരെ നല്ല ഒരു മാർഗമാണ് സ്പോർട്സിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുക. സ്പോർട്സ് വരുമ്പം കുറെ ഗുണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എക്സർസൈസ് ഉണ്ട്, നമുക്ക് എന്റർടൈൻമെന്റ് ഉണ്ട്, നമുക്കൊരു ടീമായിട്ടാണ് നിൽക്കുന്ന സ്പോർട്സ്, ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ ടീം ബോണ്ടിങ് ഇതെല്ലാം വരും. അപ്പൊ സ്പോർട്സിന്റെ ഗുണങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മളെ സ്പോർട്സിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ഇഞ്ചുറീസും ഭയങ്കരമായിട്ട് വരും. അപ്പം എനിക്ക് ഇതില് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ സ്പോർട്സ് ഇഞ്ചുറി വന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ചിലപ്പോൾ സ്പോർട്സ് നിർത്തേണ്ടി വരും. അതുകൊണ്ട് അത് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. നമ്മൾ എന്ത് കളിക്കാൻ, ഒന്ന് നമ്മൾ ബേസിക് ലെവൽ ഓഫ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യുക. നമ്മളിപ്പം റെഗുലറായിട്ട് കളിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഒരു 10-15 മിനിറ്റിന് ഡെയിലി ചെയ്യുക. ഓവർ വെയിറ്റ് വരാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കളിക്കുന്ന മുന്നേ ഒരു നല്ല വാമപ്പ്, നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എക്വിപ്മെന്റ്സ്, നല്ല ഷൂ, നമ്മൾ കളിക്കുമ്പം ഷൂ ഇടാം. ഇപ്പം ചില പിള്ളേർ വരും, OP-യിൽ വരും, ഷൂ ഇടാണ്ട് കളിച്ചു, കിക്ക് ചെയ്തു, കാലിന്റെ പേരിലൊന്ന് പരിക്ക് പറ്റിയ, എല്ല് പൊട്ടി, അങ്ങനെ. അപ്പം അങ്ങനത്തെ രീതിയിലൊന്നും കളിക്കുമ്പോൾ പ്രോപ്പർലി കളിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഒരു സൈഡായി പോകും. അപ്പം പ്രോപ്പർ ഷൂ ഇടുക, പ്രോപ്പർ ബാറ്റ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പോർട്സ് 60-70 വയസ്സ് വരെ നമുക്ക് ആ സ്പോർട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു എന്റർടൈൻമെന്റും ആണ്, നമുക്ക് ലൈഫിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റും. ആണ് എന്റെ മെസ്സേജ് നമ്മുടെ OP-യിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക്. അതാണ് സ്പോർട്സ് ഇഞ്ചുറിയെ ബന്ധപ്പെട്ടുള്ള നമ്മുടെ സംശയങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഡോക്ടർ മറുപടി തന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ തുടക്കം തന്നെ ആ ഒരു നിസ്സാരമായി കാണാതെ അതിനെ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ, ഈ എത്ര വലിയ ഇഞ്ചുറി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് ക്യൂർ ആവുകയും ഒപ്പം തന്നെ വീണ്ടും സ്പോർട്സിലേക്ക് തന്നെ മടങ്ങിയെത്താനുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. മഞ്ചേരി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ഒപ്പം തന്നെ സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രദീപ് നായരാണ് നമ്മുടെ ഇത്രയും നേരത്തെ സംശയങ്ങൾക്കെല്ലാം മറുപടി തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.